മാന്യരെ, എന്റെ ഗ്രാമം എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്നത്. ഇന്നിവിടെ ഞാൻ എന്റെ ആശങ്കകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കരയറ്റൊരാലസ ഗ്രാമഭംഗി എന്ന മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എത്ര ഭംഗിയായിട്ടാണ് ഗ്രാമത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗ്രാമം അത് കേവലം ഭൂപടത്തിൽ കാണുന്ന സ്ഥലം മാത്രമല്ല, അത് നമ്മെ വളർത്തിയ മണ്ണും നമ്മെ മനുഷ്യരാക്കി മാറ്റിയ അനുഭവങ്ങളും ചേർന്നതാണ് ഗ്രാമം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാലത്ത് എന്റെ ഗ്രാമത്തിന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടിയിരുന്നില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഗ്രാമത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പറഞ്ഞു പഴകിയ അതിന്റെ സാംസ്കാരിക തനിമയോ മതനിരപേക്ഷതയോ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഭാവിയുടെ വാഗ്ദാനങ്ങളാകേണ്ട ഞങ്ങളുടെ ആശങ്കകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പച്ചപ്പിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന താഴ്വാരങ്ങളും നെൽപ്പാടങ്ങളും നിശബ്ദമായി ഒഴുകുന്ന പുഴകളും ഒരു കാലത്ത് മനുഷ്യ മനസ്സിന്റെ ആർദ്രതയായിരുന്നു, അവന്റെ വികാരമായിരുന്നു. ഒരു കാലത്ത് നാം ഇതെല്ലാം സംരക്ഷിച്ചിരുന്നു, ദൈവികതയുടെ പര്യായമായി കണക്കാക്കിയിരുന്നു. അപ്പോൾ പ്രകൃതി നമ്മെ അനുഗ്രഹിച്ചു. ഇത്തരത്തിൽ സുന്ദരമായ എന്റെ ഗ്രാമം വലിയ വെല്ലുവിളി നേരിടുകയാണ്. നമ്മുടെ തലമുറ എത്ര സുരക്ഷിതരാണെന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നിവിടെ വരുമ്പോൾ എനിക്ക് ഒരു രഹസ്യ അജണ്ടയുമില്ല. എന്റെ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത്. എന്റെ ഭാവി എന്റെ ആരോഗ്യത്തിലാണ്. അനുദിനം വർദ്ധിച്ചു വരുന്ന പരിസ്ഥിതി മലിനീകരണത്തിൽ എന്റെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടും എന്ന ആശങ്കയിലാണ്. ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി ഭീഷണി എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: പ്ലാസ്റ്റിക് മാലിന്യം. ഉപയോഗിക്കാൻ എളുപ്പം, എന്നാൽ നശിപ്പിക്കാൻ പ്രയാസം, അതാണ് പ്ലാസ്റ്റിക്. ഒരു കാലത്ത് മനുഷ്യ ജീവിതം എളുപ്പമാക്കാൻ കണ്ടുപിടിച്ചിരുന്ന പ്ലാസ്റ്റിക് ഇന്ന് നമുക്ക് തന്നെ ദോഷകരമായി മാറിയിരിക്കുന്നു. പ്ലാസ്റ്റിക് ബാഗുകൾ, കുപ്പികൾ, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പാത്രം, കപ്പുകൾ എന്നിവയെല്ലാം ഉപയോഗപ്രദം തന്നെയാണ്. പക്ഷേ അവയെല്ലാം നൂറുകണക്കിന് വർഷം വരെ പരിസ്ഥിതിയിൽ നിലനിൽക്കും എന്ന കാര്യം നാം ഏവരും അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യമാണ്. പ്ലാസ്റ്റിക് ഭൂമിക്കൊരു നിശബ്ദ വിഷം തന്നെയാണ്. ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്ന രീതി നാം പാടെ മാറ്റേണ്ടിയിരിക്കുന്നു. കൊറോണ പോലുള്ള മഹാമാരികൾ സമ്മാനിച്ച് പ്രകൃതി നമുക്ക് പല തവണ സൂചനകൾ തന്നിട്ടും നാം എന്തേ മാറുന്നില്ല? ഉപയോഗിക്കാതിരിക്കുക എന്ന രീതി സ്വീകരിച്ചാൽ വലിച്ചെറിയേണ്ടതായി വരില്ലല്ലോ. പ്രകൃതിജന്യമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം കുറയ്ക്കാം. പ്രിയപ്പെട്ട കവി ശ്രീ മുഹാദ് വെമ്പായത്തിന്റെ വരികളാണ് ഞാൻ ഇന്നിവിടെ ഓർക്കുന്നത്. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ആ കുളിരും മീനുമെല്ലാം വരും തലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമാണ്. അതെല്ലാം നിങ്ങളുടെ ദുഷിച്ച പ്രവൃത്തി മൂലം എങ്ങോ പോയി മറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമാകുന്നുണ്ടോ? ഉണ്ടോ? അതോ മലിനമാക്കപ്പെടുകയാണോ? വർഷങ്ങളായി ഓരോ പരിസ്ഥിതി ദിനത്തിലും നാം ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നമ്മുടെ ജലാശയങ്ങൾ മലിനമാകുന്നതിന്റെ ഉത്തരവാദികൾ ആരാണ്? നാം തന്നെയാണ്, അല്ലേ? നിങ്ങളുടെ അടുത്തുള്ള തോട്ടിലോ കുളത്തിലോ ധൈര്യപൂർവ്വം ഇറങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഓരോ വീട്ടിലെയും കക്കൂസ് മാലിന്യം തള്ളുന്ന പൊതു ഇടമായി ജലാശയങ്ങൾ മാറിയിരിക്കുന്നു. നാം അധിവസിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ മണ്ണ് മാത്രമല്ല, അതിനടിയിലെ ജലം, ധാതുക്കൾ, അതിനു മുകളിലെ ജലാശയങ്ങൾ, പുഴകൾ, കുന്നുകൾ, അതിൽ ജീവിക്കുന്ന സസ്യങ്ങൾ, ജന്തുജാലങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഒരു തുണ്ട് ഭൂമി എന്റേതാണെന്ന് പറയുമ്പോൾ അതിലെ ജലാശയങ്ങൾ നമ്മുടേതല്ലേ?
കൃഷിക്ക് വെള്ളം വേണമെന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ പുഴകളോ കനാലുകളോ നമ്മുടേതല്ലേ? പ്ലാസ്റ്റിക് മാലിന്യം ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ജലാശയങ്ങൾ മലിനമാകുമ്പോൾ എന്റെ ഗ്രാമത്തിന്റെ സൗന്ദര്യം മാത്രമല്ല നഷ്ടമാകുന്നത്, ഞങ്ങളുടെ ജീവന്റെ അടിത്തറ തന്നെ തകരുന്നു. വെള്ളം ശുദ്ധമായാൽ മാത്രമേ മനുഷ്യനും പ്രകൃതിക്കും ആരോഗ്യത്തോടെ നിലനിൽക്കാൻ കഴിയൂ. ഇതിനെ അവഗണിക്കുന്നത് ഞങ്ങളുടെ അവകാശത്തെ കവർന്നെടുക്കുന്നതിന് തുല്യമാണ്. അതിനാൽ പ്രകൃതിയെ ശുചിയാക്കുന്നതിന് മുൻപ് നമ്മുടെ മനസ്സ് ശുചിയാക്കേണ്ടിയിരിക്കുന്നു. മാലിന്യങ്ങൾ എവിടെയെങ്കിലും തള്ളുന്ന മനോഭാവം മാറ്റിക്കൊണ്ട് ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വളരേണ്ടത് അനിവാര്യമാണ്. എന്റെ ഗ്രാമത്തിന്റെ ആരോഗ്യവും ഐശ്വര്യവും സൗന്ദര്യവും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ പുഴുക്കുത്തേൽക്കാത്ത ഒരു യുവതലമുറ വരേണ്ടിയിരിക്കുന്നു. ലഹരിമുക്ത ഗ്രാമം, ശുചിത്വ ഗ്രാമം, അതാണ് എന്റെ സ്വപ്നം. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം എന്ന ദൃഢപ്രതിജ്ഞയോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.